വാട്സാപ്പ് യൂട്യൂബ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ജാക്കറ്റിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇത് റിവ്യൂ വീഡിയോ ആണെങ്കിലും ഞാൻ ആക്ച്വലി ഒരു ജാക്കറ്റ് നല്ലതാണ് മറ്റേ ജാക്കറ്റ് പൊട്ടയാണ് എന്നല്ല പറയാൻ പോകുന്നത്. ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് നല്ലൊരു ജാക്കറ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്നു. പിന്നെ എൻ്റെ റെക്കമെൻഡേഷനുള്ള കുറച്ച് ജാക്കറ്റിൻ്റെ കാര്യം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ഈ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പം ഈ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളിപ്പോൾ ഒരു ജാക്കറ്റ് വാങ്ങുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കറ്റിന് ഫിറ്റാണ്. അതും രണ്ട് സ്ഥലത്ത്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നിങ്ങളുടെ ജാക്കറ്റ് എങ്ങനെ ഷോൾഡറിൽ ഫിറ്റ് ചെയ്യുന്നു, രണ്ട് നിങ്ങളുടെ ഹിപ്പിൽ എങ്ങനെ ഫിറ്റ് ചെയ്യുന്നു. പല മാനുഫാക്ചറേഴ്സും പല രീതിയിലുള്ള ജാക്കറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചിലപ്പം വയറ് ഭയങ്കര ഒട്ടിയ ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ വയറ് നല്ല കുറച്ചൊന്ന് ചാടിയ ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഷോൾഡർ വിഡ്ത്ത് തീരെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഷോൾഡർ വിഡ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. പല ബ്രാൻഡുകളും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെ ഉള്ള കോമ്പിനേഷൻസിലായിരിക്കും ജാക്കറ്റുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും നോക്കേണ്ടത് ഷോൾഡർ കറക്റ്റ് ആയിരിക്കണം, കുറച്ചൊന്ന് ടൈറ്റ് ഫിറ്റ് ആയിരിക്കണം, ഈ അരഭാഗം ടൈറ്റ് ഫിറ്റ് ആയിരിക്കണം. പലരും പറയും ഈ അരഭാഗം ടൈറ്റ് ഫിറ്റ് ആവുന്നത്. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ അത്യാവശ്യം സ്പോർട്സ് ഓടിക്കുന്ന ആളാണ്, ടൂറിങ് ഓടിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അര ഫിറ്റ് ആയിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് എയർ നേരെ ഇതിന് അടിയിൽ കൂടെ കയറും, എന്നിട്ട് കുറേ ഇഷ്യൂസ് ഉണ്ടാവും. എയർ ഇതിന് അടിയിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഇതൊരു ബലൂൺ എഫക്റ്റ് ആവും, ഇതിങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് വീർക്കും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഈ ഫിറ്റും നോക്കണം, ഇവിടുത്തെ ഫിറ്റും നോക്കണം. ഇതാണപ്പം ഒരു ജാക്കറ്റ് ചൂസ് ചെയ്യുന്നതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇനി ഒരു ജാക്കറ്റ് എങ്ങനെ ഈ കാര്യങ്ങൾ ഫിറ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ, ഈ ജാക്കറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ റൈഡ് ചെയ്യുന്ന പോലെ കാണിക്കാം, ഇങ്ങനെ ഇരുന്ന് നോക്കുക. ആ സമയത്ത് നിങ്ങളുടെ ഈ ഇവിടെ വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അതായത് ഇത് ഇവിടെ വരും, ഇത് ഒരുപാട് ഇങ്ങനെ ആവാനും പാടില്ല, മുന്നോട്ടേക്ക് ആവാനും പാടില്ല, ഒരുപാട് പിന്നോട്ടാവാനും പാടില്ല. കറക്റ്റ് സൈസിൽ വരുന്നുണ്ട്, അതാണ് നിങ്ങൾക്ക് ചേർന്നിട്ടുള്ള ജാക്കറ്റ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ചിലർ പറയും കൈ പൊന്തിക്കാൻ പറ്റുന്ന ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ, അത് ശരിക്കും സത്യമാണ്. കുറച്ചൊന്ന് ടൈറ്റായിട്ടുള്ള കറക്റ്റ് സൈസായിട്ടുള്ള ജാക്കറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കൈ ഉയർത്താൻ പറ്റും. കൈ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം, ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ നോക്കുക. അതല്ലാതെ കൈ മൊത്തമായിട്ട് ഉയർത്തുക, പുറം ചൊറിയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു റൈഡിങ് ജാക്കറ്റ് ഇട്ട് ബുദ്ധിമുട്ടായിരിക്കും. അത് ശരിയായുള്ളൊരു കാര്യം. ഇനി ജാക്കറ്റ് വാങ്ങുമ്പോൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ജാക്കറ്റിൻ്റെ ബ്രീത്തബിലിറ്റി. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഒരു ഫുള്ളി കണ്ടില്ലേ, ഇതിപ്പോൾ ഒരു ഫുള്ളി ടെക്സ്റ്റൈൽ ജാക്കറ്റാണ്, ഇതിനകത്ത് ബ്രീത്തബിൾ അല്ല. ഈ ജാക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ബ്രീത്തബിളാണ്. ഈ കാണുന്ന ഇതിനാണ് ബ്രീത്തബിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ എയർ ഉള്ളിലോട്ടേക്ക് പോകും. നിങ്ങൾക്കൊന്ന് ഇങ്ങനത്തെ ജാക്കറ്റ് വാങ്ങാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ജാക്കറ്റ് വാങ്ങാം. ഞാൻ കണ്ടിട്ടുണ്ട് പല ആൾക്കാരും പറയുന്നത് ഞാൻ ലഡാക്ക് പോകണം, അപ്പം ഇതുപോലത്തെ ഒരു ജാക്കറ്റ് ആയിരിക്കില്ലേ എപ്പോഴും തണുപ്പെന്നൊക്കെ പിടിച്ച് നിർത്താൻ നമ്മൾ സഹായിക്കാമെന്നൊക്കെ. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആ ജാക്കറ്റ് ഇട്ടിട്ട് ലഡാക്ക് മാത്രമായിരിക്കില്ലേ പോകുന്നത്, നിങ്ങൾക്ക് ചിലപ്പം ഇന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലേക്കും ട്രിപ്പ് പോകേണ്ടി വരും. ആ സമയത്ത് ചൂടെടുക്കുന്ന സമയത്ത് ഉണ്ടാവുമല്ലോ, ഈ സാധനം പുകഞ്ഞ് പൊള്ളിപ്പോവും. അപ്പം നിങ്ങൾ ലഡാക്കിന് വേണ്ടി മാത്രം, അല്ലെ തണുപ്പുള്ള സ്ഥലത്തേക്ക് മാത്രമായിട്ടാണ് ജാക്കറ്റ് വാങ്ങുന്നത് വെച്ചാൽ ഇതുപോലത്തെ ഒരു ജാക്കറ്റ് വാങ്ങുക. അതല്ലെങ്കിൽ ബ്രീത്തബിൾ ആയിട്ടുള്ള ജാക്കറ്റ് വാങ്ങുക. ഇതിനകത്ത് റെയിൻ ലൈനറും തെർമൽ ലൈനറും വരും. ഈ രണ്ട് സാധനങ്ങളും ഇട്ട് കഴിഞ്ഞാലും ലഡാക്കിലേക്ക് തണുപ്പ് നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റുന്നതാണ്. പക്ഷേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ചൂടെടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ സിപ്പ് അഴിച്ചിടും. ഈ സിപ്പ് ശരിക്കും പറഞ്ഞാൽ അഴിച്ചിടാൻ പാടില്ല. ആ ഒരു കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ ബ്രീത്തബിൾ ആയിട്ടുള്ള യൂസ് ചെയ്യുക. പിന്നെ മഴ പെയ്യുന്ന സമയത്ത് മഴയുടെ വെള്ളം ഇതിനകത്ത് ഉള്ളിൽ കയറില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയാണ്, ഇതൊരിക്കലും നമുക്ക് 100% വാട്ടർ പ്രൂഫ് ആക്കാൻ പറ്റില്ല. ഇതിനാണ് വാട്ടർ പ്രൂഫ് കുറച്ചും കൂടെ കൂടുതൽ. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊക്കെ വണ്ടി ഓടിക്കുന്നത് മഴയൊക്കെ കൊണ്ട് പോകാനല്ലേ, കുറച്ച് മഴയൊക്കെ കൊണ്ട് പോയാലാണ് ഒരു ഉഷാറാവുക, അതിൻ്റെ ഒരു ത്രില്ലൊക്കെ കിട്ടുക. വെള്ളം ജാക്കറ്റിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചിറങ്ങുമ്പോൾ ആ ഒരു രസമാണ്. പക്ഷേ പലർക്കും അത് ഇഷ്ടപ്പെടില്ല. എന്നാൽ ഞാൻ പറയുന്ന ഒരു പരിധി വരെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിരിക്കും, വെതർ റെസിസ്റ്റൻറ്റും ആയിരിക്കും. അപ്പം ബ്രീത്തബിൾ ആണോ ഒട്ടും ബ്രീത്തബിൾ അല്ലാത്ത ജാക്കറ്റ് ആണോ എന്നാണ് വേണ്ടത് നോക്കേണ്ടത്. ഇനി ഒരു ജാക്കറ്റ് വാങ്ങുമ്പോൾ നോക്കേണ്ട വേറൊരു കാര്യം, ഇതിനകത്ത് വരുന്ന പ്രൊട്ടക്റ്റീവ് പാഡുകളാണ്. ഒരു ജാക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് ചെസ്റ്റ് പ്രൊട്ടക്റ്റേഴ്സ് ഉണ്ടായിരിക്കണം, പിന്നെ ബാക്ക് പ്രൊട്ടക്റ്റേഴ്സ് ഉണ്ടായിരിക്കണം, ഈ ഡെൽറ്റോയിഡ് ഭാഗം, ഈ തോളിൻ്റെ ഭാഗത്തുള്ള പ്രൊട്ടക്ടർ ഉണ്ടായിരിക്കണം, നമ്മുടെ കൈ മുട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന എൽബോ പ്രൊട്ടക്ടർ ഉണ്ടായിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതില്ലാണ്ട് ഒരു ജാക്കറ്റും വരില്ല. പൊതുവെ ഞാൻ കാണാറ് ചെസ്റ്റ് പ്രൊട്ടക്ടർ ഇല്ലാതെ ജാക്കറ്റുകൾ കാണാറുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ പറ്റുവാണെങ്കിൽ ചെസ്റ്റ് പ്രൊട്ടക്ടറുള്ള ജാക്കറ്റ് തന്നെ വാങ്ങാം. അപ്പോൾ ചെസ്റ്റ്, ബാക്ക്, ഇവിടെയുള്ള ഭാഗം, ഇത്രയാണ് വേണ്ടത്. ഇനി നിങ്ങൾ ഈ ജാക്കറ്റ് ഇട്ടതിന് ശേഷം ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട്, ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇത് കറക്റ്റായിട്ട് ഇവിടെ തന്നെ വരണം കേട്ടോ. ഇവിടെ വന്നില്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്ന ജാക്കറ്റ് വേസ്റ്റാണ്. അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വെച്ച് നോക്കുക. അതിന് ശേഷം ഇതിനകത്ത് സ്ട്രാപ്സ് ഉണ്ട്. ഈ സ്ട്രാപ്സ് ഇട്ടതിന് ശേഷം കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഈ പാഡ് എൽബോയിൽ വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങൾക്ക് പറ്റിയ കറക്റ്റ് ജാക്കറ്റ്. ഇനി നിങ്ങൾക്ക് ജാക്കറ്റ് ചൂസ് ചെയ്യുമ്പം വിസിബിലിറ്റി നോക്കി ചൂസ് ചെയ്യാം. അതായത് ഇതുപോലെ ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യാം. ഞാൻ ഹെൽമെറ്റിന് പറഞ്ഞ അതേപോലെ തന്നെ ഇതുപോലെ ഫ്ലാഷി ആയിട്ടുള്ള കളർ, അതായത് ഒരു കാറിൻ്റെ റെയർ വ്യൂ മിററിലൊക്കെ വളരെ ഈസി ആയിട്ട് വിസിബിൾ ആവാനുള്ള ഒരു ജാക്കറ്റ് യൂസ് ചെയ്യാം. ഇതും അത്യാവശ്യം വിസിബിലിറ്റി ഉള്ളൊരു ജാക്കറ്റാണ്. പക്ഷേ ഇത് കണ്ടല്ലോ, ഇതിനും വിസിബിലിറ്റി ഉണ്ട്. കംപ്ലീറ്റ് ബ്ലാക്കിനും വിസിബിലിറ്റി കുറച്ച് കുറവാണ്. ഇനി എന്നോട് ചോദിക്കാൻ ലെതർ ജാക്കറ്റ് നല്ലതാണെന്ന്. ശരിക്കും പറഞ്ഞാൽ അബ്രേഷൻ റെസിസ്റ്റൻസും തണുപ്പിൽ നിന്നും കൂടുതൽ പ്രൊട്ടക്ഷനൊക്കെ തരുന്നത്
ശരിക്കും ലെതർ ജാക്കറ്റാണ്. പക്ഷേ അതിന് ഇമ്പാക്റ്റിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരാൻ പറ്റില്ല. ഇഫ് ഇൻ കേസ് നിങ്ങൾ വീണു കൈ കുത്തിയിട്ടാണ് വീഴുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇവിടുത്തെ പ്രൊട്ടക്ടർ ഉണ്ടാവില്ല. അതുകൊണ്ട് ജാക്കറ്റ് കീഴിയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ മേലിൽ സ്ക്രാച്ച് വീണിട്ടുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ കയ്യിൽ എല്ലൊടിയാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. പിന്നെ ജാക്കറ്റിൻ്റെ സൈസ് എങ്ങനെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറലി ഞാൻ കണ്ടിട്ടുള്ളൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷർട്ട് സൈസിനെക്കാളും ഒരു സൈസ് കുറവാണ് കാണാറ്. അത് അവർ മാനുഫാക്ചർ ചെയ്യുന്നത് തന്നെ അങ്ങനെ തോന്നുന്നു, ആ ഒരു സൈസ് ചാർട്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാക്കറ്റ് കറക്റ്റായിട്ട് വാങ്ങാവുന്നതാണ്. ഹെൽമെറ്റിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പിന്നെ ബേസിക് റൈഡിങ് ഗിയറിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ കാണുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനല്ല ഏറ്റവും വിവരം കൂടിയ വ്യക്തി. നിങ്ങൾ ഒരുപാട് റൈഡിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിവരം ഉണ്ടാവും. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കോമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കോമൻറ്റ്സ്. See you in the next video. Until then, goodbye.